Hello. സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു അച്ചീവ്മെൻറ്റ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ അവസാനത്തെ ടൈമിൽ എത്തി നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് മാത്രം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റിലോട്ട് എത്താൻ കഴിയത്തില്ല. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഫ്രഷറായിട്ട് തുടങ്ങുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇടയ്ക്ക് നിന്ന് നേരത്തെ തുടങ്ങിയവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങിയവരായിക്കോട്ടെ, ഇവരൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ചിലവരാണെങ്കിൽ ഇടയ്ക്ക് നിന്ന് തുടങ്ങിയവരാണെങ്കിലും അവർ ഫൈനലിൽ എത്തി നിൽക്കുന്നത് അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയുടെ റേഞ്ചിൽ തന്നെ ആയിരിക്കും. അതെങ്ങനെയാണത് ആ ഒരു പൊസിഷനിൽ ലേറ്റായിട്ട് തുടങ്ങിയവരാണെങ്കിലും എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇതാണ്. അവർ ചെയ്തിരിക്കുന്നത് സ്മാർട്ട് വർക്കാണ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരുവാണെങ്കിൽ, നിങ്ങൾക്കൊരു സിലബസ് തന്നിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്. ആ എക്സാമിന് നിങ്ങൾക്കൊരു എക്സാം വരുമ്പോൾ നിങ്ങളതിന് പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങളൊരു 50 കുട്ടികൾക്ക് നിങ്ങൾക്കൊരു ഒരേ സിലബസ് തന്നിട്ട് ഒരു എക്സാം തരുവാണെങ്കിൽ 50 കുട്ടികളും പഠിക്കുന്നത് 50 രീതിയിലായിരിക്കും. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഒരു നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടി വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു സിലബസ് കൊടുത്തു. ആ സിലബസിൽ നിന്ന് അടുത്ത ഒരു 5 ഡേയ്സിൽ എക്സാം വരുവാണ്. അപ്പോൾ ഈ 5 ഡേയ്സിൽ എക്സാം വരുമ്പോഴത്തേന് ആ കുട്ടി സ്വാഭാവികമായിട്ടും ഒരു ഡിസിപ്ലിൻഡായിട്ട് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസം മുതൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എക്സാമിന് വേണ്ടിയിട്ട്. ഇനി എന്നാൽ വേറൊരു കുട്ടി ആയിക്കോട്ടെ, ആ കുട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ആദ്യമൊന്നും അങ്ങനെയൊന്നും പ്രിപ്പറേഷനിൽ ഏർപ്പെടുന്ന ഒരു കുട്ടിയല്ലായിരിക്കാം. എന്നിട്ട് ലാസ്റ്റ് 2-3 ഡേയ്സിൽ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് വരുന്നൊരു കുട്ടിയായിരിക്കും. ചിലവർ ജസ്റ്റ് ഒന്നും പഠിക്കുന്നില്ല, അത് ഒരു സംഭവം പ്രത്യേകിച്ചായിട്ടൊന്നും എടുത്ത് പഠിച്ചിട്ടില്ല, അവർക്കറിയാമെന്നുള്ള രീതിയിൽ അന്ന് പോയി ചെന്ന് എക്സാം എഴുതുന്ന കുട്ടികളായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ പല കുട്ടികൾ വരാം. പക്ഷെ ചിലപ്പോൾ അന്ന് ആദ്യം മുതലേ ഇരുന്ന് പഠിച്ച കുട്ടിയും ചിലപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്ത കുട്ടിയും ചിലപ്പോൾ ഒരേ മാർക്കിലായിരിക്കും എത്തിച്ചേർന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് പറയുന്നത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. കാരണം അവർ അനലൈസ് ചെയ്യും ആദ്യം എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടാത്തത്. കാരണം വളരെ ചുരുങ്ങിയ ടൈമിൽ എനിക്ക് എന്തൊക്കെ പഠിച്ചു പോയി ചെന്ന ഒരു മാർക്കിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളൊരു മൈൻഡ് കാൽക്കുലേഷൻ അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ടൈമിൽ ഒരിക്കലും നമുക്ക് എല്ലാ സിലബസും പഠിച്ചു തീർത്തിട്ട് നമുക്ക് പോയി ചെന്നിട്ട് ഫുൾ മാർക്ക് മേടിക്കണമെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കട്ടെ. അത് വരുന്നതിന് തെറ്റൊന്നുമല്ല. പക്ഷെ ഞാൻ പറയില്ല, എപ്പോഴും ഒരു ഓവർ എന്ന് പറയുന്നത് കുറച്ച് വളരെ മോശമായിട്ടുള്ളൊരു വാക്കാണ്. എല്ലാത്തിൻ്റെ ഓവർ എന്ന് പറയുമ്പോൾ തീർന്നു എന്നല്ല, കൂടുതൽ ഓവർ കോൺഫിഡൻസ്, അതൊക്കെ വളരെ എന്ന് വെച്ചാൽ നിങ്ങളെ ഡ്രാഗ് ചെയ്ത് താഴോട്ടിടാൻ കഴിവുള്ള ഒരു വാക്കാണത്. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒരു ചാപ്റ്റർ ഇന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അതിന് മുൻപ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എല്ലാ ദിവസവും സംസാരിക്കാമല്ലോ. അപ്പോൾ ശരി, നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ എന്തിനാ ഈ ഫിസിക്സ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്സ് ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആറിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല, ആവണം. ഇനി നിങ്ങൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. സ്മാർട്ട് വർക്കും അത് പഠിക്കാൻ എടുക്കുന്ന നിങ്ങളുടെ എഫേർട്ട്, ദാറ്റ് ഈസ് ഹാർഡ് വർക്ക്. അപ്പോൾ ആ ഹാർഡ് വർക്കും കൂടെ ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. സോ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ മിസ്സാകാതെ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഏതൊക്കെയാണ്, അതിൽ ആ ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏതിലാണ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. +1 എത്ര ചോദ്യം വരുന്നുണ്ട്, +2 എത്ര ചോദ്യം വരുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ഒരു ബുദ്ധിമാനായ ഒരു ചിന്താഗതി, ബുദ്ധിപരമായ ഒരു ചിന്ത. അത് തന്നെ ആ ചിന്താഗതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫിസിക്സിൻ്റെ കാര്യമാണ്. ഫിസിക്സിൽ ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് ആണ് എടുത്തിരിക്കുന്നത് 2022. അപ്പോൾ ഗ്രാവിറ്റേഷനിൽ നിന്നും അതുപോലെ കൈനറ്റിക് തിയറി, ലോസ് ഓഫ് മോഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മോഷൻ ഇൻ എ പ്ലെയിൻ, ഇതിൽ നിന്നൊക്കെ ഓരോ ചോദ്യം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അത് 2 ചോദ്യം അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതിൽ നിന്ന് 2 ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓസിലേഷൻസിൽ നിന്നും അതുപോലെ തെർമോഡൈനാമിക്സിൽ നിന്നും വേവ് ഒപ്റ്റിക്സിൽ നിന്നും വേവ്സിൽ നിന്നും വർക്ക് എനർജി ആൻഡ് പവറിൽ നിന്നും ഓരോ ചോദ്യം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ സിസ്റ്റം ഓഫ് റൊട്ടേഷണൽ മോഷനിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നും 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിസിലാണ്, നമ്മൾ കുറേ വർഷത്തൊരു അനാലിസിസിലാണ് ഞാൻ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫിസിക്സിൽ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു ഷെഡ്യൂൾ രീതിയിൽ ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ ആദ്യം എന്ത് പഠിക്കണമെന്നുള്ള ബേസിസിൽ. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നൊക്കെ 4 ചോദ്യം, ഇതൊക്കെ നിങ്ങൾക്ക് 4 ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ സംഭവം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് തന്നെ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 4 ചോദ്യം എന്ന് പറയുമ്പോൾ 4 × 4 16 മാർക്കുകളാണ്. 16 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം
എത്ര റാങ്കുകളാണ് നിങ്ങൾ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് പറഞ്ഞു തരാനുള്ളത്. എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് പ്ലസ് വണ്ണിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് 21 ചോദ്യങ്ങളാണ്. 21 ചോദ്യം എന്ന് പറയുമ്പോൾ മാർക്ക് 84 മാർക്കാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അത് വേരി ചെയ്യാം, ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്ത് വേണമല്ലോ മുന്നോട്ട് പോകാൻ, എന്നാലേ നമുക്ക് ഒരു മുന്നോട്ട് പോകലുണ്ടാകത്തുള്ളൂ. ഇനി പ്ലസ് ടു വരുമ്പോഴത്തേനും നമ്മുടെ ആറ്റംസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, പിന്നെ നമ്മുടെ വേവ് ഒപ്റ്റിക്സിൽ നിന്നുമാണ് ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തു നിന്നും 2ഉം 3ഉം ചോദ്യങ്ങളുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പ്ലസ് ടു ആണ് ആദ്യം കുറച്ചുകൂടെ നമുക്ക് വേരി ചെയ്യാം, എങ്കിലും പ്ലസ് ടു ആണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്ററിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ വീതം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബേസിക് സംഭവങ്ങൾ എന്താ പറഞ്ഞാൽ ഫോർമുലാസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. നമ്മൾ ഈ പാടായിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ ഓക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് നിങ്ങളിതിലൊന്ന് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതിൽ നിന്ന് 3 ചോദ്യങ്ങളാണ്. പിന്നെ ന്യൂക്ലിയയിൽ നിന്നും റേ ഒപ്റ്റിക്സിൽ നിന്നും 2 വീതം ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെമി കണ്ടക്ടേഴ്സ്, അത് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്. സെമി കണ്ടക്ടേഴ്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ഈ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ മാക്സിമം പഠിക്കണം, ഒഴിവാക്കി പോകരുതെന്ന് ഞാൻ എല്ലാ കുട്ടികളടുത്തും പറയുന്ന ഫിസിക്സിലെ ചാപ്റ്റേഴ്സാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് കഴിവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കഴിവ് എന്ന് വെച്ചാൽ അത് പഠിക്കാനുള്ള കഴിവ് എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. നമുക്ക് അത് പഠിക്കാനുള്ള നമ്മുടെ മനസ്സും നമ്മുടെ എഫേർട്ടും മാത്രമേ ശരിക്കും നമുക്കൊരു എന്താ പറയുക റിസൾട്ട് തരത്തുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഇപ്പം തന്നെ ഒഴിവാക്കിയേക്കുക. അതായത് പഠിക്കാൻ കഴിവ് വേണം, അങ്ങനെ ഒരു സംഭവം ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല. നമുക്ക് പഠിക്കാൻ കഴിവ് അല്ല വേണ്ടത്, നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇടാനുള്ളൊരു മനസ്സാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്ത് ഒരുപാട് പേരിൽ കണ്ടതും ഞാനും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് പൊക്കി പറഞ്ഞു ആയിട്ടുള്ള കാര്യമാണത്. പക്ഷേ എങ്കിലും ഇപ്പം നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയാൽ മതി. ഒരു കഴിവ് എന്ന് പറയുന്ന സംഭവമില്ല. കഴിവെന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. എങ്കിലും ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് നമുക്ക് ആ സംഭവം നേടണം എന്നുള്ള ഒരു മനസ്സിനെയാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. സോ നിങ്ങളും അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ നമുക്കൊരിക്കലും ഉണ്ടാവത്തില്ല, നമുക്കത് നേടിയെടുക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവത്തില്ല. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കും. ഓക്കെ, അവർക്ക് കഴിവുണ്ട് അതുകൊണ്ട് അവർ നേടിയെടുക്കുന്നു, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുത്തേക്കുക. കാരണം കഴിവുള്ളവർ അങ്ങനെ എന്നുള്ള സംഭവം ഇരിക്കട്ടെ. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ കഴിവിനെയൊക്കെ താണ്ടി നിങ്ങൾക്ക് ഒരുപാട് മുന്നിലോട്ട് വരാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളും അങ്ങനെ വിശ്വസിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പ്ലസ് ടുവിൽ വന്നിട്ട് ടോട്ടൽ ചോദ്യം എന്ന് പറയുന്നത് 29 ചോദ്യമാണ് വന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഏകദേശം 116 മാർക്കോളാണ് ഫിസിക്സിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതെന്നുള്ള, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഫിസിക്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് 1 ഷോട്ട്സ് വീഡിയോസ് എടുത്ത് കാണുക. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. 1 ഷോട്ട്സ് കാണുക. അത് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും മാക്സിമം MCQs ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഏറ്റവും പാടായിട്ടുള്ള ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾക്ക് ഒരു MCQസും ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ, ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് വർഷം മുതൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും 2016 മുതൽ ചെയ്തു തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് 2016 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ മാക്സിമം അതിൻ്റെ ഫോർമുലാസും ആ കൺസെപ്റ്റുകളും മാത്രം ഒന്ന് പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കാരണം ഇതാണ് നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പ്ലസ് 1-ലാണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അത് പഠിക്കുക. ആദ്യം 4 മാർക്കാണ്. പിന്നെ റൊട്ടേഷണൽ മോഷൻ കഴിയുമെന്നുള്ളവർ പഠിക്കുക. 3 ക്വസ്റ്റ്യനോളം വന്നിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഇത് 2 ചോദ്യങ്ങൾ വീതം വന്നിട്ടുണ്ട്.
പിന്നെ നെക്സ്റ്റ് +2 വരുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി 5 ചോദ്യങ്ങളാണ്. അടുത്ത വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം 5 ചോദ്യം വരണമെന്നില്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. പക്ഷേ അതിലാണ് കുറച്ച് കൂടുതൽ ചാൻസ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതിൽ നിന്ന് 3 ചോദ്യം. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ്, അതിൽ നിന്ന് 3 ചോദ്യം. സെമി കണ്ടക്ടേഴ്സിൽ നിന്ന് 3 ചോദ്യങ്ങൾ. അപ്പോൾ ഇത് ഇത്രയും പഠിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാനുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് നേടി എടുക്കാൻ തന്നെ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. ഉപകാരപ്പെടേണ്ടവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.